അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമി ഫസ്റ്റ് പാർട്ടിലെ 6ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്രം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തടുത്ത പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമി ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അദർസു സാദിസ്, 6ാമത്തെ പാഠം അത്വഹാറത്തുൽ മസ്നൂന. ശുദ്ധീകരണത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അത് മാലിന്യം ഇല്ലാതാക്കും, ദുർഗന്ധം ഒഴിവാക്കും, ഉന്മേഷമുണ്ടാക്കും, അലസതയകറ്റും. നാം എല്ലായ്പ്പോഴും ശുദ്ധിയുള്ളവരായിരിക്കണം. ശുദ്ധീകരണം 2 വിധമുണ്ട്, ഫർളും സുന്നത്തും. ഫർളായ ശുദ്ധീകരണത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് സുന്നത്തായ ശുദ്ധീകരണത്തെക്കുറിച്ച് പഠിക്കാം. ഈ കാര്യങ്ങളെല്ലാം ഉസ്താദ് അവരുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി നോക്കൂ, സുന്നത്തായ ശുദ്ധീകരണം 4 വിധമുണ്ട്. ചില കാര്യങ്ങൾക്ക് മുമ്പ് വുളൂ സുന്നത്തുണ്ട്, ചില കാര്യങ്ങൾക്ക് ശേഷമാണ് വുളൂ സുന്നത്തുള്ളത്. അതുപോലെ ചില കാര്യങ്ങൾക്ക് മുമ്പും ചില കാര്യങ്ങൾക്ക് ശേഷവും കുളി സുന്നത്തുണ്ട്. 4 കോളങ്ങൾ വരച്ചു. സുന്നത്തായ വുളൂ, സുന്നത്തായ കുളി. ആ സുന്നത്തായ വുളൂ തന്നെ മുമ്പ് വുളൂ സുന്നത്തായ കാര്യങ്ങൾ, ശേഷം വുളൂ സുന്നത്തായ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെയാണ് കുളിക്കും. മുമ്പ് കുളി സുന്നത്തായ കാര്യങ്ങൾ, ശേഷം കുളി സുന്നത്തായ കാര്യങ്ങൾ. ആദ്യം നമുക്ക് മുമ്പ് വുളൂ സുന്നത്തായ കാര്യങ്ങൾ നോക്കാം. ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, ശർഈയായ അറിവ് പഠിക്കുക, കുളിക്കുക, മസ്ജിദിൽ പ്രവേശിക്കുക, മയ്യിത്ത് ചുമക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, ഉറങ്ങുക, അസാൻ വിളിക്കുക ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വുളൂ എടുത്തിരിക്കണം. ഇനി നോക്കൂ, ശേഷം വുളൂ സുന്നത്തായ കാര്യങ്ങൾ. അതായത് ഈ കാര്യങ്ങളെല്ലാം നാം ചെയ്താൽ അതിനുശേഷം വുളൂ ചെയ്യണം. നോക്കൂ, നഖം മുറിക്കുക, മീശ വെട്ടുക, തലമുടി വടിക്കുക, കോപമുണ്ടാവുക, ഛർദി, മയ്യത്തിനെ തൊടലും ചുമക്കലും, വുളൂ മുറിഞ്ഞോ എന്ന് സംശയിക്കുക, കുറ്റകരമായ സംസാരം. ഇനി നോക്കൂ, ഇപ്പുറത്ത് സുന്നത്തായ കുളി. മുമ്പ് കുളി സുന്നത്തായ കാര്യങ്ങൾ, അതായത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് മുമ്പ് കുളിക്കണം. ജുമാ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, ഇഅ്തികാഫ്, അസാൻ, ഇഖാമത്ത് വിളിക്കുക, മസ്ജിദിൽ പ്രവേശിക്കുക, നല്ല സദസ്സിൽ പ്രവേശിക്കുക. ഇപ്പുറത്ത് നോക്കൂ, ശേഷം കുളി സുന്നത്തായ കാര്യങ്ങൾ. മയ്യിത്ത് കുളിപ്പിക്കുക, മീശ വെട്ടുക, ശരീരത്തിന് ദുർഗന്ധമുണ്ടാവുക, കാഫിർ മുസ്ലിമാവുക, ബോധക്ഷയത്തിൽ നിന്ന് മുക്തരാവുക, ഭ്രാന്തിൽ നിന്ന് മോചിതനാവുക. ബോർഡിൽ നോക്കി എഴുതി. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അൽ മുസ്ലിമു തവ്വാബു മുതതഹിർ. മുസ്ലിം കൂടുതൽ തൗബ ചെയ്യുന്നവനും ശുദ്ധി വരുത്തുന്നവനുമാണ്. നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നുഇദു അസ്ഇലതൻ ലിൽ അജ്വിബത്തിൽ ആതിയ. അതായത് ഇവിടെ നമുക്ക് ഉത്തരങ്ങൾ കൊടുത്തിരിക്കുന്നു. ആ ഉത്തരങ്ങൾക്ക് യോജിച്ച ചോദ്യങ്ങൾ നമ്മൾ എഴുതണം. 1ാമത്തത് ഉത്തരം എന്താണ്? ജുമാ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം. ഇതിന് എന്താണ് ശരിയായ ചോദ്യം? മുമ്പ് കുളി സുന്നത്തായ കാര്യങ്ങളിൽ 2 എണ്ണം എഴുതുക. അതിന് ഉത്തരമാണ് ജുമാ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം. മനസ്സിലാകില്ലേ? ഇനി 2ാമത്തത് നോക്കൂ, മയ്യിത്ത് കുളിപ്പിക്കുക. ഇതാണ് ഉത്തരം. ഇതിന് യോജിച്ച ചോദ്യം ഇതാണ്. ശേഷം കുളി സുന്നത്തായ കാര്യങ്ങളിൽ 1 എഴുതുക. ഇനി 3ാമത്തത് ഉത്തരം എന്താണ്? ശർഈയായ അറിവ് പഠിക്കുക. അതിന് യോജിച്ച ചോദ്യം മുമ്പ് വുളൂ സുന്നത്തായ കാര്യങ്ങളിൽ 1 എഴുതുക. ഉത്തരം നഖം മുറിക്കുക. അതിന് യോജിച്ച ചോദ്യം ശേഷം വുളൂ സുന്നത്തായ കാര്യങ്ങളിൽ 1 എഴുതുക. ഇനി 5ാമത്തത് എന്താണ് ഉത്തരം? സുന്നത്തായ ശുദ്ധീകരണം 4 വിധമുണ്ട്. ഇതിന് യോജിച്ച ചോദ്യം സുന്നത്തായ ശുദ്ധീകരണം എത്ര വിധമുണ്ട്?
ഇനി ആറാമത്തത് ഉത്തരം ശുദ്ധീകരണം 2 വിധമുണ്ട്. അതിന് യോജിച്ച ചോദ്യം ശുദ്ധീകരണം എത്ര വിധമുണ്ട്? ഇനി ഏഴാമത്തെ ഉത്തരം ശുദ്ധീകരണം ഉന്മേഷമുണ്ടാക്കും, അലസതയകറ്റും. ഇതിന് യോജിച്ച ചോദ്യം ശുദ്ധീകരണം കൊണ്ടുള്ള നേട്ടങ്ങളിൽ 2 എഴുതുക. ഇനി എട്ടാമത്തത് എന്താണ് ഉത്തരം? ഫർളും സുന്നത്തും. ഇതിന് യോജിച്ച ചോദ്യം ശുദ്ധീകരണം 2 വിധമുണ്ട്. അവ ഏവ? തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റില്ലാതെ ഓരോ ബോക്സിൽ എടുത്തെഴുതണം. ഒന്നാമത്തത് അത്വഹാറത്തുൽ മസ്നൂന, സ്വലാത്തുൽ ഈദ്, ഇഅ്തികാഫ്, അസാൻ, ഖിറാഅത്തുൽ ഖുർആൻ, സിയാറത്തുൽ ഖുബൂർ. ശുദ്ധീകരണം, കാര്യങ്ങൾ, ശേഷം, ഉന്മേഷം, ദുർഗന്ധം, പ്രാധാന്യം. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നസിൽ. യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. 1. മുമ്പ് വുളു സുന്നത്തുള്ള കാര്യം. 2. മുമ്പ് കുളി സുന്നത്തുള്ള കാര്യം. 3. ശേഷം വുളു സുന്നത്തുള്ള കാര്യം. 4. ശേഷം കുളി സുന്നത്തുള്ള കാര്യം. ഇപ്പുറത്ത് നോക്കൂ. എ. മയ്യത്ത് കുളിപ്പിക്കുക. ബി. മസ്ജിദിൽ പ്രവേശിക്കുക. സി. നഖം മുറിക്കുക. ഡി. ഖുർആൻ ഓതുക. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതണം. 1. മുമ്പ് വുളു സുന്നത്തുള്ള കാര്യം. ശരി ഉത്തരം ഡി. ഖുർആൻ ഓതുക. 2. മുമ്പ് കുളി സുന്നത്തുള്ള കാര്യം. ശരി ഉത്തരം ബി. മസ്ജിദിൽ പ്രവേശിക്കുക. 3. ശേഷം വുളു സുന്നത്തുള്ള കാര്യം. ശരി ഉത്തരം സി. നഖം മുറിക്കുക. 4. ശേഷം കുളി സുന്നത്തുള്ള കാര്യം. ശരി ഉത്തരം എ. മയ്യത്ത് കുളിപ്പിക്കുക. ഡി, ബി, സി, എ. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം തഖ്സീസ്. സുന്നത്തായ വുളു, സുന്നത്തായ കുളി ഇവയുടെ ഓരോ ചാർട്ടുകൾ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. ആദ്യം സുന്നത്തായ വുളു. അതിൽ മുമ്പ് വുളു സുന്നത്തായ കാര്യങ്ങൾ: ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, ശർഈയായ അറിവ് പഠിക്കുക, കുളിക്കുക, മസ്ജിദിൽ പ്രവേശിക്കുക, മയ്യത്ത് ചുമക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, ഉറങ്ങുക, അദാൻ വിളിക്കുക. ഇപ്പുറത്ത് നോക്കൂ. ശേഷം വുളു സുന്നത്തായ കാര്യങ്ങൾ: നഖം മുറിക്കുക, മീശ വെട്ടുക, തലമുടി വടിക്കുക, കോപമുണ്ടാവുക, ഛർദി, മയ്യത്തിനെ തൊടലും ചുമക്കലും, വുളു മുറിഞ്ഞോ എന്ന് സംശയിക്കുക, കുറ്റകരമായ സംസാരം. അടുത്തത് സുന്നത്തായ കുളി. മുമ്പ് കുളി സുന്നത്തായ കാര്യങ്ങൾ: ജുമാ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, ഇഅ്തികാഫ്, അസാൻ, ഇഖാമത്ത് വിളിക്കുക, മസ്ജിദിൽ പ്രവേശിക്കുക, നല്ല സദസ്സിൽ പ്രവേശിക്കുക. ഇപ്പുറത്ത് നോക്കൂ. ശേഷം കുളി സുന്നത്തായ കാര്യങ്ങൾ: മയ്യത്ത് കുളിപ്പിക്കുക, മീശ വെട്ടുക, ശരീരത്തിന് ദുർഗന്ധമുണ്ടാവുക, കാഫിർ മുസ്ലിമാവുക, ബോധക്ഷയത്തിൽ നിന്ന് മുക്തരാവുക, ഭ്രാന്തിൽ നിന്ന് മോചിതനാവുക. ഈ പാഠവും ഈ പാഠത്തിലെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.